ഹലോ എടോ അത് ടെസ്റ്റിന് കൊടുക്കട്ടെ ആദ്യം. ഇല്ലടോ, ആദ്യം ടെസ്റ്റിന് അപ്ലൈ ചെയ്യട്ടെ. ടെസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടേണ് ക്ലാസ് തുടങ്ങേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ ലേണേഴ്സ് കഴിഞ്ഞല്ലേ ഉള്ളൂ അല്ലേ? അതിന്റെ കോപ്പി കൂടെ കൊടുത്തോ? അപ്പൊ ഇവിടുന്ന് അറിയിക്കാം. ഫോണിൽ മെസ്സേജ് വരും. പിന്നെന്താണ്? ശരി, ഓക്കെ, കട്ടി തരാം. എന്താ അത്? ഇത് ആ സൈറ്റിലൊന്ന് കേറാൻ നോക്കിയാണ്. ഏത് സൈറ്റില്? അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവൂല. എന്തൊക്കെ മനസ്സിലാവാതെ? ഏത് സൈറ്റിൽ എന്തൊക്കെ കാണിക്കണേ? അതൊക്കെ ഒരുപാട് ഓരോന്ന് ഇതിൽ കയറ്റിയിട്ടിട്ട് അത് കണകുണാക്കരുത്. എനിക്കറിയാവുന്നത് ഇപ്പൊ നമ്മ എല്ലാത്തിനും അവിടെ പോയി തൂങ്ങി നിക്കണ്ടേ, ഇവിടെ ഇരുന്ന് ചെയ്യാവുന്നേ ഉള്ളൂ അതൊക്കെ. അതെ, പക്ഷെ അത് അറിയും കൂടി ചെയ്യണ്ടേ? അറിയാവുന്നോണ്ടല്ലേ ഈ ചെയ്യണത്. അറിയാവുന്നോണ്ട്. അച്ഛാ, ഞാൻ 50,000 രൂപ ചോദിച്ചിട്ടുണ്ടായില്ലേ? 50,000? നാളെ വേണം അത്. ഞാൻ തരാന്ന് പറഞ്ഞു. എന്തിനാ നിനക്ക് 50,000? എനിക്ക് ഗോവയിൽ പോകാൻ വേണ്ടിട്ടാണ്. ഗോവയിൽ പോകാനോ? ഗോവയിലൊക്കെ പോണെങ്കിൽ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കടാ, എന്നിട്ട് പോയിക്കോ ഗോവയിലേക്ക്. അല്ലാണ്ട് ഗോവയിൽ പോകാനും നിന്റെ കയ്യിൽ പൈസ ഇല്ല. ഇത് അച്ഛൻ ചോദിച്ചപ്പോ പറഞ്ഞില്ല തരാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാനത് ഏറ്റത്. ഇതിപ്പോ അതെ, ഇന്ന് 10 മണിക്ക് ക്ലാസ് പറയണ്ട കുട്ടികളോട്, അങ്ങോട്ട് ചെല്ല്. എന്റെ ആവശ്യത്തിന് എന്തെങ്കിലും ചോദിച്ചാൽ തന്നില്ല പിന്നെ ഞാനിവിടെ ഇരുന്ന് പണിയെടുക്കണ എന്തിനാ? ഞാൻ വേറെ എവിടെയും ജോലിക്ക് പോവാന്ന്. പിന്നെ നീ വേറെ എവിടെയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് 50,000 ചോദിക്കുമ്പോൾ കിട്ടും. ആ ക്ലാസ്സിന് പോക്ക നീ പോകാത്. ഞാൻ എന്തേലും ചെയ്ത് പൈസ ഉണ്ടായിട്ട് എന്നോട് ചോദിക്കാന്ന് പറയരുത് കേട്ടോ. സത്യേട്ടോ? ആരത് മൊയ്തോ? ഇരിക്കെ. അല്ല, ഇവിടെ ഇല്ലല്ലോ. എപ്പോഴാന്ന്? ഞാൻ കുറച്ചു ദിവസമായി. എവിടെയായിരുന്നു? മറ്റേ മലേഷ്യ? അല്ല, മാലദ്വീപില്. മാലദ്വീപിൽ? അത് ശരി. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? സുഖം. ഞാൻ എനിക്ക് നിങ്ങളൊരു ആവശ്യം വന്നാ അതാ അങ്ങോട്ട് പോകുന്നത്. അതെ, ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോന്ന്. അവിടെ നിർത്തി. അവിടെ ക്ലച്ച് പിടിക്കണില്ല. അതെ. അതിപ്പോ എന്താ അങ്ങനെ പറ്റി? എന്താന്ന് നോക്കി. ഞാൻ എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഈടാ ഇവിടൊക്കെ എന്തെങ്കിലും ചെയ്താൽ മതി, വെറുതെ അതിലെന്തിലേക്ക് അലഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു പര്യവേഷണം നടത്തി നോക്കിയാ നടന്നില്ല. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോഴേ ഞാനൊരു കാറ് വാങ്ങി. കാറ്? സ്കൂൾ തുടങ്ങാനൊന്നും അല്ലല്ലോ? അല്ലല്ല, ടാക്സി ആയിട്ട് ഓടിക്കാനേ. ആയിക്കോട്ടെ. നല്ലൊരു സെക്കൻഡ് ഹാൻഡ് കിട്ടിയപ്പോ വാങ്ങിയതാ. അതെടുക്കില്ല. അപ്പോഴാണ് പിന്നെ എന്റെ ലൈസൻസ് പുതുക്കേണ്ട സമയം കഴിഞ്ഞു. അയ്യോ, ലൈസൻസ് പുതുക്കണം? അത് വലിയ ചൊറയാണ്. അത് പുതുക്കാൻ മാത്രല്ല, ഇതിപ്പോ ഒരു കൊല്ലം 3 മാസം കഴിഞ്ഞു. 1 കൊല്ലം കഴിഞ്ഞോ? ഞാൻ മാലദ്വീപില് തന്നെയല്ല. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് കാര്യം ഓർത്തില്ല. അയ്യോ, അപ്പൊ ഇനിയിപ്പോ എന്തത് കാട്ടും? അത് ഭയങ്കര പ്രശ്നമാണേ. അപ്പൊ വണ്ടി ഓടിക്കണ ലൈസൻസ് വേണല്ലോ. വേണം. അപ്പൊ അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മള് ഇനിയിപ്പോ എന്താ വെച്ചാ 1 പറഞ്ഞ് തുടങ്ങും. അല്ലോ, അപ്പൊ H8 ഇനി ഇതിന്റെ വരുമോ? H8 ഒന്നും വേണ്ടി വരില്ല. പക്ഷേ ഈ റോഡ് ടെസ്റ്റ് ഒക്കെ വേണ്ടി വരും. ചെയ്യാ. നിയമങ്ങളൊക്കെ ആകെ മാറി. ആണോ? അയ്യോ, ഒരു രക്ഷയില്ല. ഇതിപ്പോ പൈസ എത്ര വരും ഇനി? പൈസ ഇപ്പോ 6,000 ഉറുപ്പിയോളം വരും ഇപ്പൊ അതിന്. എടാ, ഇത് പുതുക്കാൻ എന്ത് ചെയ്യും? ലൈസൻസ് പുതുക്കണം. അതിന് 6,300 വരും. 6,000 അല്ലേ? നമ്മുടെ റേറ്റ് 6,300. 6,300 വരും. 6,300 ഒക്കെ വരും. അതാണ്. എന്തായാലും ഇപ്പൊ എടുത്തേ പറ്റൂ. ഒരു കാര്യം ചെയ്യാം. 6,300 തരിക. പിന്നെ 2 ഫോട്ടോ വേണം. പിന്നെ പഴയ ലൈസൻസ് എടുത്തിട്ടുണ്ടോ? കയ്യിലുണ്ട്. അപ്പൊ അതും ഇവിടെ തരിക. അപ്പൊ അങ്ങ് കൊടുത്തു നോക്കുക. അല്ല, ഇത് എത്ര സമയം എടുക്കും കിട്ടാൻ? അത് അത്ര വലിയ സമയം എടുക്കൊന്നുമില്ല. വേഗം നോക്കാം നമുക്ക് കിട്ടാ. എന്നാലും ഏകദേശം ഇപ്പൊ 1 മാസമൊക്കെ എടുക്കണ്ടാവും. 1 മാസം എടുക്കൂലേ? നോക്ക് എന്നാലും. അപ്പൊ 6,300 തരിക. പിന്നെ ലൈസൻസ് ഒക്കെ ഇട്ടാ, ഫോട്ടോ. അപ്പൊ ഞാൻ ഈ പൈസ ഗൂഗിൾ പേ ചെയ്താ പോരെ? പൈസ എടാ, അത് ഗൂഗിൾ പേ ചെയ്താൽ മതി. പൈസ മതി. ജിപേ ചെയ്താൽ മതി. നിങ്ങൾ നമ്പറിലേക്ക് ചെയ്താ പോരെ? അത് വേണ്ട, ഇതിലില്ല അതൊന്നും. ആണോ? അതാ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഓന്റെ നമ്പറിലേക്ക്. കാറിന് എന്തെങ്കിലും കൊടുക്ക്. അത് വാങ്ങിക്കോ. 6,000 പൈസ. അപ്പൊ ഫോട്ടോയും ലൈസൻസും ഞാൻ ഇങ്ങോട്ട് എത്തിക്കാം. ഞാൻ വൈകുന്നേരം കൊണ്ടുതരാം. ആയിക്കോട്ടെ. അപ്പൊ നിങ്ങള് മാക്സിമം സ്പീഡ് ആക്കണം. നോക്കാം. കാർ എടുത്തിട്ടേ ഇത് ഇല്ലാണ്ട് ഓടിക്കാൻ പറ്റില്ലല്ലോ. അതെ. അതാണ്. ആയിക്കോട്ടെ. അപ്പൊ ആയിക്കോട്ടെ. ശരി കേട്ടോ. പെട്ടെന്നാക്കാം. ഹലോ, മോനെ ഇറങ്ങിന്നോ? ഞാൻ ഇവിടെ പുറപ്പെടുവേ ട്ടാ. വഴിയിലേക്ക് ഇറങ്ങിക്കോ. വണ്ടി എടുക്കാണ്. ശരി. നോമ്പും നോറ്റന്നെ കാത്തിരിക്കും വാഴ കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്. അപ്പ കൊടുക്കാട്ടോ. എന്താണ്ടേ? എന്താണ് ഫോണ് വരുന്ന? എനിക്ക് ഇങ്ങനെ പ്രാന്തെടുക്കണ എന്തിനാണ്? ഇങ്ങോട്ടം വിളിച്ച് അപ്പോഴാണ് ഞാൻ അടുത്തത്. അങ്ങോട്ട് കൊണ്ടാ. നിങ്ങൾ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് കൊണ്ടാന്ന് ഞാൻ അങ്ങോട്ട് താവട്ടെ ഇറങ്ങുക ഇവിടെ നിന്നിട്ട്. അത് ശരി, പൊട്ടം കളി കളിക്കണം.
അങ്ങോട്ട് കയറി വിട്. ഓണി ഒട്ടൂലേക്കും അല്ലേ? ആ ഒരു വട്ടെ കുറച്ചുകൂടെ ഒന്നുകൂടി കയറി. ഒരു സ്റ്റെപ്പ് കൂടി ഇങ്ങോട്ട് കയറി, അപ്പൊ എത്തുമല്ലോ. ആ അത് ഇത്രയേ ഉള്ളൂ പണി. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇതുമാണ് സൈബർ സെല്ലോ? എന്താ സാർ? അല്ല സാറേ, ഞാൻ വരാ. എപ്പോഴാ സാറേ വരണ്ടേ? ഇപ്പൊ തന്നെയോ? ശരി സാർ. ശരി. എടി, സൈബർ സെൽ എന്നാ വിളിച്ചിക്കണേ. എന്തിനീ? എന്റെ പേരിൽ എന്തോ കേസുണ്ട്. നിങ്ങളുടെ പേരില്ല? എന്ത് കേസ്? ലൈസൻസ് പുതുക്കാൻ കൊടുത്തേനല്ലോ. അതിന്റെ പേരിൽ എന്തോ ആണ്. ഇത് പിടി. എന്തൊരു കട്ടപ്പത്തന അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു സ്റ്റേഷനിലേക്ക്. അങ്ങോട്ട് ഇറങ്ങ്. എങ്ങനെ ഇപ്പൊ ഇറങ്ങാ പടച്ചോറെ? നിങ്ങൾ എങ്ങനെ അങ്ങോട്ട് കേറിയത്? അല്ല, കേറിയതൊക്കെ ഒരു എളുപ്പത്തിൽ കയറിയത്, ഇറങ്ങാനാണ് ഇപ്പൊ കുഴപ്പം. ഞാൻ ഇറങ്ങട്ടെ. ഈ താത്തനെ നിക്കി, അത് പിടിക്കട്ടോ. അല്ല, ഏട്ടർ പിടിക്ക്. നിങ്ങൾ അങ്ങോട്ട് ചാടുവാ. ചാടി എത്ര എതിർത്ത് അങ്ങോട്ടോ? ഇതെങ്ങനെ അങ്ങോട്ട് കേറി? അനക്കെന്താ ഒരു ഗണ്ണല്ലാത്ത? നിക്ക്, ഞാൻ എന്താ വരുന്നേ, ഈ നോക്കിക്കോ. അത് ട്രേസ് ചെയ്ത് കിട്ടി. കുണ്ട്ര ഉള്ളാതെ. ഇത് നമ്മുടെ കൊട്ടിയത്ത് വേറൊരു കേസ്. അത് ഏതാണ്ട് ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട്. എന്ത് ചെയ്യാൻ സാറേ, ഇപ്പൊ ഈ കഴിഞ്ഞ മാസം തന്നെ ഈ കേസ് എന്ന് പറയാം 18 കേസാണ് വന്നേക്കുന്നത്. ഇതിപ്പോ ഈ മൊബൈൽ ഫോണിൽ ഇങ്ങനെ അല്ല, ഞാനും പറയണ അതാണ്. ഇത് ഇല്ലാതാവണമെങ്കിൽ ഇത് ഒറ്റ വഴിയേ ഉള്ളൂ സാറേ. ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഈ സാധനം അങ്ങ് വേണ്ടാന്ന് വെക്കുക. എന്നിട്ട് പഴയ നമ്മളെ കുത്തുന്ന ഫോണുണ്ടല്ലോ, ലാൻഡ് ഫോൺ, അതാ നല്ലത്. ഇപ്പൊ നമുക്ക് പണിയാ ഇപ്പോ. സാറേ. ശരി സാറേ, ഞാൻ വിളിച്ചിട്ട് വിവരം അറിയിക്കാം സാർ. ഓക്കെ സാർ, താങ്ക് യു സാർ. സാർ, ഞാൻ മൊയ്തു. ഇവിടുന്ന് ഫോൺ വന്നിരുന്നു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. ലൈസൻസിന്റെ എന്താ ഇഷ്യൂ ഉണ്ട്? ലൈസൻസിന്റെ ലൈസൻസ് ഞാൻ റിന്യൂ ചെയ്യാൻ കൊടുത്തിരുന്നേ. മറ്റേ ഡ്രൈവിംഗ് സ്കൂളിന്റെ പേര് സത്യ. പേര് മാത്രമേ ഉള്ളൂ, പ്രവൃത്തി മുഴുവനും കള്ളാം. എന്താ സാർ? എത്ര രൂപ കൊടുത്തു? 6300 രൂപ കൊടുത്തു സാർ. എന്നിട്ട് എന്തോ പറഞ്ഞു? എന്നോട് പറഞ്ഞു ഒരു മാസം കാത്തിരിക്കേണ്ടി വരും, അപ്പോഴേക്ക് വിളിക്കും, പിന്നെ ഒന്നുകൂടി ടെസ്റ്റ് ഒക്കെ നടത്തേണ്ടി വരും. അപ്പം മൊയ്ത് പറഞ്ഞു എനിക്ക് ഇത്തിരി അത്യാവശ്യം ഉണ്ടെന്ന്, പെട്ടെന്ന് ലൈസൻസ് ശരിയാക്കി തരണം എന്ന് പറഞ്ഞല്ലേ? ഇല്ല സാർ, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ. ഇല്ലില്ല, അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് 1 മാസം ടൈം എടുക്കും. ഇപ്പൊ ഇത് 1 വർഷം കഴിഞ്ഞു വരുന്നു സാർ പുതുക്കാനുള്ളതേ. അപ്പൊ എന്തായാലും മൊയ്തിന്റെ ലൈസൻസ് ശരിയായിട്ടുണ്ട്. ആണോ സാർ? താങ്ക് യു സാർ. എന്ത് താങ്ക് യു? എടോ, അവര് ഗവൺമെന്റിന്റെ സൈറ്റിൽ അനധികൃതമായിട്ട് കയറിയിട്ട് വ്യാജ ലൈസൻസ് ഉണ്ടാക്കി വെച്ചൊക്കെയാണ് തന്റെ പേരില്. അത് വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റില്ല സാർ. അത് എന്റെ കുറ്റം കൊണ്ടല്ലല്ലോ സാർ. കുറ്റം ആരുടെയാണെന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. മൊയ്തു എന്താ ചെയ്യണേ? ഞാൻ മാൽദീവ്സിലാണ് സാർ. എവിടെ? മാൽദീവ്സിലാ? സൂപ്പർ സ്ഥലമല്ലേ മൊയ്തു? അയ്യോ, ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ മാൽദീവ്സിന്റെ. അവിടുത്തെ കടലൊക്കെ നല്ല ബ്ലൂ ആണ് അല്ലേ? അടിവശം കാണാൻ പറ്റും. വെള്ളത്തിന്റെ അടി പോയിട്ടുണ്ടോ മൊയ്തു അവിടെ? അയ്യോ, പോണ്ടേ. അവിടെയൊക്കെ താമസിച്ചിട്ട് ഞാൻ ഫാമിലിയായിട്ട് ഒരു ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇതിന് മൊയ്തുവിന്റെ അവിടുത്തെ അഡ്രസ് എനിക്ക് ഒന്ന് തരണം, ഞാൻ ഫാമിലിയായിട്ട് അങ്ങോട്ട് വരണുണ്ട്. സാർ, ഞാൻ അവിടെ ഒഴിവാക്കി പോന്നതാ. അയ്യേ, ഒഴിവാക്കിട്ട് പോണ അവിടുന്ന്? എന്ത് മണ്ടത്തിലാണ് മൊയ്തു. ഇത്രയും ബ്യൂട്ടിഫുൾ പ്ലേസ് മാൽദീവ്സ്. ഈ മാൽദീവ്സില് റോഡൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ, ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് നടന്നു പോകാൻ പറ്റുമെന്നൊക്കെ കേട്ട് മൊയ്തു. അത് ശരിയാണോ? ഭയങ്കര രസമായിരിക്കുമല്ലേ അവിടെ? ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ നടന്ന് വേറെ സ്ഥലത്തോട്ട് പോവുക, അങ്ങനെ സൈക്കിളിലൊക്കെ പോകാൻ ഭയങ്കര രസമെന്ന് പറഞ്ഞാൽ അവിടെ കാറ് ഇല്ലാതെ എന്ന് പറയട്ടെ അല്ലേ? ഞാനെന്താ ചെയ്യാ സാർ? മൊയ്തുനൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനിപ്പോ അവിടുത്തെ സർക്കാർ വിചാരിക്കണം, അവിടുത്തെ ഡെവലപ്മെന്റ്സിനൊക്കെ. അതുപോലെ ദ്വീപല്ലേ, അപ്പൊ അത് നമുക്ക് എന്റെ ലൈസൻസിന്റെ കാര്യത്തിൽ ഞാൻ ലൈസൻസ് റിന്യൂ ചെയ്യാൻ മൊയ്ത് കൊടുത്ത സ്ഥലമുണ്ടല്ലോ, ആ സത്യ ഡ്രൈവിംഗ് സ്കൂൾ, അത് മൊത്തത്തിൽ കുഴപ്പമുള്ള ഒരു സ്ഥലമാണ്. അത് ഞങ്ങൾ അന്വേഷിച്ചപ്പോ തന്ത കുഴപ്പമില്ല, പക്ഷെ മോനാണ് കുഴപ്പക്കാരൻ. പക്ഷെ ഈ പിള്ളേരെ കൊച്ചിലെ നമ്മൾ നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തണം. കള്ളം ചെയ്യരുത്, കള്ളത്തരം കാണിക്കരുത് എന്ന് പറഞ്ഞ് അവൻ ഭയങ്കര കുഴപ്പമാണ്. അവൻ ഉടനെ തന്നെ ഹാർഡ് ഡിസ്കിലെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞങ്ങളത് ഫോറൻസിക് നോക്കണ്ട, അത് റെഡിയാക്കി എല്ലാം എടുക്കും, തിരിച്ച് റിക്കവർ ചെയ്യും ഞങ്ങൾ. എന്നിട്ടാണ് അവന് പണി വെച്ചിട്ടുള്ളത്. സാർ, എനിക്കിപ്പോ പുതിയ ലൈസൻസ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് സാർ? മൊയ്തുവിന് ലൈസൻസിന് ഇനിയിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. RT ഓഫീസുമായിട്ടൊന്ന് ബന്ധപ്പെടുക, അവരുടെ ഒരു ഒപ്പീനിയൻ എടുക്കും.
സാറേ ഈ ലൈസൻസ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? ഈ ലൈസൻസ് എങ്ങനെ ഉപയോഗിക്കും? അത് ഇത് കേസായിട്ട് കിടക്കില്ലേ മൊയ്തു? അപ്പൊ RTO ഓഫീസിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ എന്താ വെച്ചാൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിച്ചോ. ഓ ശരി സർ. കേട്ടോ? താങ്ക് യു. ഓക്കെ. ശേ, ഇപ്പൊ മാൽദീവ്സിലുണ്ടായിരുന്നെങ്കിൽ ഒന്ന് അവിടെ പോകായിരുന്നു. അവിടുത്തെ ജോലിയും കളഞ്ഞിട്ട് ഇവിടെ വന്ന് ലൈസൻസ് എടുത്ത് കഷ്ടം. നിങ്ങളൊക്കെ അല്പസ്വല്പം വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ അല്ലേ? ഇങ്ങനെയുള്ള ചതികളിലൊക്കെ പോയി ചാടേണ്ട വല്ല കാര്യമുണ്ട്? എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഇവിടെ വരാം, അല്ലെങ്കിൽ അക്ഷയ വഴി ബന്ധപ്പെടാം. സാറേ എനിക്ക് ഈ സ്ഥാപനമായിട്ട് ഈ സ്ഥാപനത്തിൽ ഉടമയായിട്ടൊക്കെ നേരത്തെ അറിയാം. ഞാൻ ലൈസൻസ് എടുത്ത എവിടെ നിന്നാണ്, എൻ്റെ ഇക്കാക്ക് ലൈസൻസ് എടുത്ത എവിടെ നിന്ന്. അപ്പൊ ആ ഒരു വിശ്വാസപ്പുറത്താണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഇതാണ് ആളുകൾ ഗവൺമെന്റിന്റെ ഫെസിലിറ്റി ഒന്നും ഉപയോഗിക്കില്ല. ഇങ്ങനെയുള്ള ഏതെങ്കിലും എളുപ്പവഴിയൊക്കെ നോക്കും. എന്നിട്ട് അവസാനം വരുമ്പോ ഇങ്ങനെ ഏതെങ്കിലും ചതിയിലൊക്കെ പെട്ട്. നിങ്ങൾ എത്ര കാശ് എത്ര കൊടുത്തു അവിടെ? 6300 കൊടുത്തു. നിസ്സാര കാശിന് കാര്യങ്ങൾ നടക്കും. അല്ല ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാറേ ഞാൻ സൈബർ സെല്ലിൽ പോയിരുന്നേ. അപ്പൊ ആ ലൈസൻസ് 20 മുതലായിട്ട് പോകും എന്ന് പറഞ്ഞു. അല്ല അത് പോകും സാർ. എനിക്ക് പുതിയ ലൈസൻസ് കിട്ടണമെങ്കിൽ ഇപ്പം ഇനിയിപ്പോ നിങ്ങൾക്കൊരു പുതിയ ലൈസൻസ് വേണമെങ്കിലേ സൈബർ സെല്ലായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഈ കാര്യം ആദ്യം അവതരിപ്പിക്കുക. കാരണം ഇപ്പൊ നിങ്ങളുടെ ഈ കേസ് നടക്കുന്നത് കൊണ്ട് അവർക്ക് നിങ്ങളൊരു പുതിയ ലൈസൻസ് എടുക്കുന്നതുകൊണ്ട് വേറെ ഒബ്ജക്ഷൻ ഒന്നും ഇല്ല എന്നുള്ളൊരു മെയിൽ ഇങ്ങോട്ട് എത്തണം. അവരുടെ ഒരു മെയിൽ വന്നാലേ ഇനി നിങ്ങൾക്കൊരു പുതിയ ലൈസൻസിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ല സാർ, അതിൽ ഈ 8 വെച്ചൊക്കെ ഇനിയും എഴുതേണ്ടി വരുന്നുണ്ടോ? 8 വെച്ചൊക്കെ എടുത്തില്ലെങ്കിലും റോഡ് ടെസ്റ്റ് എന്തായാലും വേണ്ടി വരും. അതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് ഇനി കാര്യങ്ങൾ നീങ്ങുള്ളൂ. പക്ഷെ അതിന് മുൻപ് നിങ്ങൾ ഇതിപ്പോ ഈ കേസ് ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ടേ അതിന് സൈബർ സെല്ലിന് വേറെ ഒബ്ജക്ഷൻ ഒന്നും ഇല്ല എന്നുള്ള ഒരു മെയിൽ ഇവിടെ വരണം. ഞാൻ സൈബർ സെല്ലിൽ പോകും. അപ്പൊ അത് ചെയ്യും കേട്ടോ. താങ്ക് യു സാർ. ഓക്കെ. ഒരു കൊല്ലം ഒതുക്കാതെ ഇട്ടിരിക്കുക, ഓടി നടക്കുക. എന്നിട്ട് എന്താ സമേഷ? മൂപ്പര കാര്യം പറയാൻ വേണ്ടി വന്നാണേ. എന്തായിരുന്നു? വണ്ടി ഓടിക്കണമെന്ന്. ശരി, അങ്ങോട്ട് ഇരുന്നോ. ഇരുന്നോ? അല്ല സുമേഷ് ഏട്ടനെ അങ്ങോട്ട് ഇരുന്നോ. അങ്ങോട്ട് ഇരുന്നോ. ഞാനാ? എന്താ ഇപ്പൊ അങ്ങനെ? അങ്ങോട്ട് ഇരിക്കും. ഒന്നുമില്ല. ലേണിംഗ് ഒക്കെ കഴിഞ്ഞോ? ലേണിംഗ് കഴിഞ്ഞു. സുമേഷ് ഏട്ടന്റെ ഡ്രൈവിംഗ് സ്കൂളിലല്ലേ പഠിച്ചത്? ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? ടെസ്റ്റും കഴിഞ്ഞു. പിന്നെന്താ വണ്ടി ഓടിക്കാൻ പ്രശ്നം? അല്ല ലൈസൻസ് കിട്ടിയിട്ടില്ലേ? ലൈസൻസിന് എന്താ തടസ്സം? എന്താ? ആ കമ്പിയുണ്ട് അവിടെ കുത്തിയിട്ട്, അതാ തടസ്സം. ഏത് കമ്പി? ഓടിക്കുമ്പോ ആ ചുറ്റും കുത്തിയിട്ടുള്ള കമ്പി എച്ചെടുക്കുന്നിടത്ത് കുത്തിയിട്ടുള്ള കമ്പി മുട്ടുന്നു. അന്നേരം ഓടിക്കാനാവുന്നില്ല, കമ്പി അവിടെ മുട്ടി വീണില്ലേ. അപ്പൊ എച്ചെടുത്തിട്ടില്ലേ? ഇല്ല ഇല്ല. പിന്നെ ടെസ്റ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞ എച്ചെടുക്കാൻ വേണ്ടി വന്നാണ്. പക്ഷെ എച്ചെടുത്തിട്ടില്ല. ആ കമ്പി തൽക്കാലം നമുക്ക് മാറ്റി വെച്ചു കൊടുത്തൂടെ? അതെ, ഈ എച്ച് എടുക്കാൻ പറയുന്നത് എന്താന്ന് മനസ്സിലായോ? അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൂടെ ഒരു ഡ്രൈവറിന് കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിന്റെ ഒരു ടെസ്റ്റാണത്. അപ്പൊ നമ്മളിപ്പോ ഈ കമ്പിയൊക്കെ നിൽക്കുന്നിടത്ത് ആളുകളാന്ന് വിചാരിക്കുക. അപ്പൊ അവരൊക്കെ നെഞ്ചത്തെ കൂടെ ഇടിച്ചു കയറ്റുമോ? അത് ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ആളുകളെ മാറ്റണം. അവിടെ മതിലാണെങ്കിലോ? മുതലാണെങ്കിലും മുതൽ ഇടിച്ചു പൊളിച്ചു പോകും. അപ്പൊ അങ്ങനെ ഇടിച്ചു പൊളിച്ച് പോവാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യണത്. അത് കൃത്യമായിട്ട് ചെയ്യണം. പുള്ളി പ്രായമുള്ള ഒരാളല്ലേ, നമുക്കൊന്ന് സഹായിച്ചാല. അങ്ങനെ സഹായിക്കാൻ പറ്റില്ല. ഇല്ല ഇല്ല, ഒന്നും കൂടി ഓക്കോ എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറയും കേട്ടോ. സുമേഷ് ഏട്ടാ, ഞാൻ വരെ ഡ്രൈവിംഗ് പഠിച്ച സ്ഥലം അത്. സുമേഷ് ഏട്ടന്റെ ഡ്രൈവിംഗ് സ്കൂള് അറിയാലോ. എനിക്ക് അങ്ങനെ ഒരു സൗകര്യം ആരും ചെയ്തു തന്നിട്ടില്ല. അല്ല ഇപ്പൊ കാലം കുറെ വിരമിക്കാറായി എന്നർത്ഥം. വയസ്സ് കുറെ ആയില്ലേ, പ്രായം കുറെ ആയില്ലേ. ഇപ്പോ നിർത്തണോ? നിർത്തിയാലോ നമുക്കത് സ്കൂള്? എന്നാ പഠിപ്പിക്കും ആളെ. കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടേ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുമ്പോ നമുക്ക് ചെയ്യാം കേട്ടോ. ഈ കൊല്ലം അടുത്ത കൊല്ലെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ.
കമ്പി മാറ്റി വെക്കാനേ. എന്തിനാ നീ അവിടെ എണീക്ക്. അവിടുന്ന് എണീക്കുന്നത് നിന്നോട് ഞാനൊരു ഒറ്റ സ്ഥാപനത്തിൽ കയറുന്നത് പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? നീ ചെയ്തിട്ടുള്ള കൊള്ളരുതായ്മക്ക് നാട്ടുകാരെ പരിഹാസം മൊത്തം കേട്ടോണ്ടിരിക്കും ഞാനാണ്. അല്ല ചെച്ചരു മാറിയത് എന്റെ പൊന്നച്ഛ, ഇതിന് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ആ മൊയ്തുവിന്റെ ഇത് ശരിയാക്കാൻ വേണ്ടിട്ട് ഞാൻ ആ സൈറ്റിൽ കയറിയപ്പോ കഷ്ടകാലത്തിന് ആ MBIക്ക് മെസ്സേജ് ചെയ്യുന്നു. അയാളാണ് സൈബർ സെല്ലിനെ വിളിച്ചു പറഞ്ഞത്. എടാ, നമ്മുടെ ഈ സ്ഥാപനങ്ങൾ മുഴുവൻ റെയ്ഡ് നടന്നിട്ട് ഹാർഡ് ഡിസ്ക് ഒന്നൊക്കെ അവർ എടുത്തോണ്ട് എഴുതി അറിഞ്ഞില്ലേ? ഇല്ലേ? പത്രത്തിലെ ന്യൂസുകൾ വന്നു കഴിഞ്ഞപ്പോ ആളുകളുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. പിന്നെ അതിന്റെ ഇടയിൽ ഞെളിഞ്ഞു കയറി വന്ന് ഇരിക്കരുത്. ഇറങ്ങിയാണ് പുറത്തേക്ക്. ഇറങ്ങടാ അങ്ങോട്ട് പുറത്തേക്ക്. കളിക്കാൻ നിൽക്കാതെ എവിടെയും പോയി ജീവിക്കും. ഞാൻ എന്താ ആർക്കെങ്കിലൊക്കെ ലെഫ്റ്റും റൈറ്റും പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ എങ്ങനെയെങ്കിലും അരി വാങ്ങിച്ചോട്ടെ. അതിന്റെ ഇടയിൽ ഇട്ടിട്ട് കളക്കാൻ വരില്ലേ? അച്ഛനിപ്പോ നമുക്ക് എന്താ പ്രശ്നം? അയാൾക്ക് കുറെ കാലത്തൊക്കെ ലൈസൻസ് ഉണ്ടാവില്ലെന്നല്ലേ ഉള്ളൂ. നമുക്കത് ചെയ്തുകൂടെ? ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി ഈ കുന്തൊക്കെ ഇവിടുന്ന് എടുത്ത് മാറ്റിക്കോളണം കേട്ടോ. ഇതൊന്നും ഇല്ലാതെ ഞാൻ എത്ര കാലം നടത്തിയിരുന്നത്? 10-24 കൊല്ലം നടത്തിക്കൊണ്ട് പോയില്ലേ? അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സൗകര്യങ്ങൾ കൂടിയപ്പോഴാണ് കുഴപ്പം. ഞാൻ ഇരിക്കാൻ വന്നല്ല സത്യേട്ടാ. അപ്പൊ സമാധാനമായിട്ട് അച്ഛനും മോനും അല്ലേ? നിങ്ങളെ വിശ്വസിച്ചിട്ട് ഞാൻ ഈ സ്ഥാപനത്തിൽ എന്റെ ലൈസൻസ് ഏൽപ്പിച്ചേ അല്ലേ? നിങ്ങൾ എന്നോട് കാണിച്ച വിശ്വാസിക്കണം. ഞാൻ ഇത് മനഃപൂർവ്വം അല്ലാതെ ഇത് ഇവനൊരു അബദ്ധം പറ്റിയതാണ്. എന്താ അബദ്ധം? ഇതിനൊക്കെ അബദ്ധം എന്നാ പറയാ നിങ്ങള്? ഈ ഗവൺമെന്റ് സൈറ്റിൽ കയറി കളിക്കണ അബദ്ധം എന്നാ പറയാ? ഇതൊക്കെ ഓന്റെ പോക്കിരിത്തരണം ഓന്റെ. ഇപ്പൊ എന്നെ ഇടങ്ങറാക്കിയപ്പോ സമാധാനമല്ല നിങ്ങൾക്ക്. ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയ ലൈസൻസ് ഉണ്ടല്ലോ, അത് തൊണ്ടി മുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോ ഞാൻ വേറെ ലൈസൻസിന് അപേക്ഷിക്കണം. അതിന് ഒരുപാട് കടമ കിടക്കാണ്ട്. ഞാൻ അതൊക്കെ പോയി അന്വേഷിച്ച് ഇപ്പൊ സൈറ്റിൽ നിങ്ങൾ ഉണ്ടാക്കിയാലേ എനിക്ക് പുതിയ ലൈസൻസിന് അപേക്ഷിക്കാൻ പറ്റൂല. ഓൾറെഡി സൈറ്റിൽ കിടക്കുക എനിക്ക് ലൈസൻസ് ഉണ്ടെന്ന്. ഇനിയിപ്പോ അത് മാറ്റണമെങ്കിൽ ഞാൻ NIC പോണത്ര തിരുവനന്തപുരത്ത്. ആരാ പോകുന്നതിനൊക്കെ? എന്റെ ചെലവൊക്കെ ആരാ വഹിക്കുക? എനിക്കൊന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സത്യേട്ടാ ഞാൻ ഈ നെറ്റോട് അറിയുക. അതെനിക്ക് അറിയാലോ മൊയ്തോ. ഇതിപ്പോ പറ്റിയില്ല. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അനി ചെയ്യേണ്ടതുണ്ട്. അത് ഓര് ചെയ്തോളും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അയച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ആ ഡിസ്ക് ഡിലീറ്റ് ചെയ്തത്. അതിനകത്ത് തെളിവ് വരുമ്പോഴേ വേണ്ടത് പഠിച്ചോളൂ നിങ്ങൾ. ഞാൻ എന്റെ പ്രതിഷേധം അറിയിച്ചെന്നുള്ളൂ. അഴിയെണ്ണു അച്ഛനും മോനും. അയ്യോ അച്ഛാ, അതിനിത്ര വലിയ ടെൻഷനൊന്നും അടിക്കണ്ട. അയാൾക്ക് ഇത്തിരി കാശ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒതുക്കാന്നേ. ഒരൊറ്റ അടി അങ്ങനെ അടിച്ചാൽ കണ്ണു തെറിച്ചായിട്ട് പോകും. കഴുതേ നാട്ടുകാർ വന്നിട്ട് ചീത്ത വിളിച്ചോണ്ടിരിക്കണ എന്നെയാണ്. ഇറങ്ങി പോകണം.